ഒരു രാജ്യത്തെ മനസ്സിലാക്കുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതിൻ്റെ ചരിത്രം തിരയുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചില തിരച്ചിലിനിടയിൽ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഒമാനിലെ മസ്കറ്റിലുള്ള ചരിത്രമുറങ്ങുന്ന ഒരു കോട്ടയിലാണ്. 1.5 നൂറ്റാണ്ട് കാലത്തെ ക്രൂരമായ കോളനി വാഴ്ചയുടെ ബാക്കി പത്രമായ അൽമിറാനി ഫോർട്ട്. 16-ാം നൂറ്റാണ്ടിലെ സാമ്രാജ്യത്വ ശക്തികളുടെ രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾക്ക് സാക്ഷിയായ അൽമിറാനി ഫോർട്ട് സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനും വേണ്ടി ഒരു ജനത നടത്തിയ നിരന്തര ത്യാഗങ്ങളുടെയും ആർക്കും തോൽപ്പിക്കാനാവാത്ത പോരാട്ടവീര്യത്തിലൂടെ ശത്രുവിനെ തുരുത്തി ഓടിച്ച സമരവീര്യത്തിൻ്റെ കഥകളുറങ്ങുന്ന അൽമിറാനി ഫോർട്ട്. ഇതിനിടയിൽ ഒരു ഇന്ത്യൻ ബന്ധത്തിൻ്റെയും ഒരു പ്രണയത്തിൻ്റെയും കൂടി കഥകൾ പറയുവാനുണ്ട്. വെൽക്കം ടു ഫ്ലെമിംഗോ റൂട്ട്സ്. ഞാൻ മനു സൈമൺ ഫിലിം. ഈ കോട്ടയ്ക്ക് ഒരു 400 വർഷത്തെ പഴക്കമുണ്ടെങ്കിലും 2024 ഇത് വിസിറ്റേഴ്സിനായിട്ട് തുറന്നു കൊടുത്തത്. എന്തോ വ്യൂ അല്ലേ, ഗംഭീര വ്യൂ. നമുക്കിതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം. ടിക്കറ്റൊക്കെ എടുത്തെങ്കിലും കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. 3.3 റിയാൽ എന്ന് വെച്ചാൽ വെറും 747 രൂപ 14 പൈസ. അപ്പോൾ ഇവിടെ നേരെ അങ്ങോട്ട് പോയി ലിഫ്റ്റ് കയറി 2ാമത്തെ നിലയിൽ നിന്നാണ് നമ്മുടെ കോട്ടയുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. അപ്പോൾ എങ്ങനെ കൂടെ പോരുമല്ലേ? കോമൺ എറയുടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഒമാനിൽ ശക്തമായ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതി നിലനിന്നിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നതാണ് ഒമാന്റെ സംസ്കാരവും പാരമ്പര്യവും എന്നും കരുതേണ്ടി വരും. ട്രീറ്റി ഓഫ് ഹുദൈബിയയ്ക്ക് ശേഷം മുഹമ്മദ് നബി അന്ന് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് കത്തുകൾ അയച്ചപ്പോൾ പേർഷ്യ, ബൈസാൻഡിയം, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഒമാനിലെ രാജാക്കന്മാരായ ആബ്ദൂൻ, ഇലാജുലൈന്തി എന്നിവർക്കും കത്തുകൾ നൽകിയതായി ചരിത്രത്തിലുണ്ട്. 1498 വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള വരവോടുകൂടി സജീവമായ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയുള്ള വ്യാപാരത്തിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം പോർച്ചുഗീസുകാർക്കായിരുന്നു. ഈ സമുദ്രപാതയിൽ വിശാലമായ കടൽത്തീരമുള്ള ഒമാൻ അവരുടെ കണ്ണിൽപ്പെടുകയും 1507 പോർച്ചുഗീസ് മേജറായിരുന്ന അൽഫോൺസോ ഡ ആൽബക്യൂക്കി ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് ഒമാൻ ജനത നേരിട്ടത് ക്രൂരമായ ആക്രമണങ്ങളും അടിച്ചമർത്തലുകളും ആയിരുന്നു. അൽമിറാനി കോട്ട ഒരു ചരിത്ര സ്മാരകം ആണെന്നതോടൊപ്പം തന്നെ ആർട്ട് കൾച്ചറൽ ഷോസ് ഒക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണ്. ഇപ്പോഴിവിടെ ഒമാനിൽ അൽ തഫ്സീൽ എന്ന് പറയുന്ന ഒരു വിളവെടുപ്പിൻ്റെ സീസണാണ്. അതിനോടനുബന്ധിച്ചുള്ള ചില ആർട്ട് എക്സിബിഷൻസും ഫോട്ടോ എക്സിബിഷൻസും ആർട്ട് ഇൻസ്റ്റലേഷൻസും ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അൽ തഫ്സീൽ വെറുമൊരു കാർഷിക സീസൺ അല്ല കേട്ടോ. മഫ്സീൽ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ഈന്തപ്പഴത്തിൻ്റെ വിളവെടുപ്പും സംസ്കരണവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പരമ്പരാഗത രീതിയാണ് അൽ തഫ്സീൽ എന്ന് പറയുന്നത്. കേവലം വിളവെടുപ്പ് മാത്രമല്ല, ഇതൊരു ആഘോഷം കൂടിയാണ്. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരുമയുടെ ഒരു ഉത്സവം എന്നൊക്കെ പറയാം. കഥകളും ഭക്ഷണവും ആചാരങ്ങളും ഒക്കെയായി പങ്കുവെക്കലിൻ്റെ ആഘോഷം. ഋതുക്കളുടെ താളത്തിൽ വിളവെടുപ്പ് കൊണ്ട് സമ്പന്നമായ ഒരു ഒമാനി പൈതൃകത്തിൻ്റെ ജീവനുള്ള പ്രതിഫലനം കൂടിയാണ് അൽ തഫ്സീൽ. ഈ ഫോട്ടോ എക്സിബിഷൻ കണ്ടപ്പം അൽ തഫ്സീൽ എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ആർട്ട് എക്സിബിഷനോടുണ്ട്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് വീണ്ടും കോട്ടയുടെ കാഴ്ചകളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ 1507 പോർച്ചുഗീസുകാർ ഒമാനിലെത്തിയതെന്ന്. എന്നാൽ 1588 മാത്രമാണ് ഡുവേർട്ടെ ഡി ബെനസസിൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ടയുടെ നിർമ്മാണം അവർ പൂർത്തീകരിച്ചത്. ആക്രമണങ്ങളിൽ നിന്നും മസ്കറ്റ് തുറമുഖത്തെ രക്ഷിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യമെന്ന് പറയാം. ഇവിടെ നേരത്തെ നിലനിന്നിരുന്ന കോട്ട പോലെയുള്ള ഒരു പ്രതിരോധ സംവിധാനത്തിൻ്റെ അടിത്തറയിലാണ് പോർച്ചുഗീസുകാർ ഈ കോട്ട നിർമ്മിച്ചതെന്നും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒന്ന് നടന്നങ്ങ് ക്ഷീണിച്ചു, ഒരു ചായ കുടിച്ചാലോ? ഇവിടെ ഒരു അടിപൊളി കഫേ ഉണ്ട്. കിടുക്കാച്ചി ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു കഫേ. ചായ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനൊരു ഐസ്ഡ് ടീയാണ് മേടിച്ചത്. സാധാരണ ഐസ്ഡ് ടീ അല്ല, ഹൈബിസ്കസ് ടീ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലല്ലേ, ചെമ്പരത്തിപ്പൂ ചെവിക്ക് പുറകിൽ മാത്രം വെക്കാനുള്ളതല്ല, അതിന് ഇങ്ങനത്തെ പല ഉപകാരങ്ങളുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അൽമിറാനി എന്ന പേരിന് പിന്നിലും രസകരമായ കഥകളുണ്ട്. അഡ്മിറൽ എന്നർത്ഥം വരുന്ന അൽമിറഞ്ച് എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് അൽമിറാനി എന്ന ഈ കോട്ടയ്ക്ക് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അക്കാലത്ത് ഈ കോട്ട പോർച്ചുഗീസ് കമാൻഡറുടെ വസതി കൂടിയായിരുന്നതിനാൽ പോർച്ചുഗീസുകാർ ഈ കോട്ടയെ വിളിച്ചിരുന്നത് അഡ്മിറൽസ് ഫോർട്ട്, ക്യാപ്റ്റൻസ് ഫോർട്ട് എന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 3ാമത്തെ നിലയിലാണ്. ഇവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പഴയകാലത്ത് ഉപയോഗിച്ച പീരങ്കികളും തോക്കുകളും ഒക്കെ അങ്ങനത്തെ ആയുധങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഒമാനിലെ പീരങ്കി സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആദ്യ കോട്ട എന്ന് പറയുന്നത് അൽമിറാനി ഫോർട്ട് തന്നെയാണ്.
4 പ്രതിരോധ ഗോപുരങ്ങളും വ്യത്യസ്ത ഉയരങ്ങളിലുള്ള മതിലുകളും ഒക്കെയായി അക്കാലത്തെ ഏറ്റവും നൂതനമായ പ്രതിരോധ സംവിധാനങ്ങൾ അൽമുറാനി കോട്ടയിൽ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും മുകളിൽ, കോട്ടയുടെ ഏറ്റവും മുകളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ കോട്ട വളരെ പ്രധാനമായ ഒരു സൈനിക താവളമായി മാറിയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ചില ബാൻഡുകളുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ നടക്കാറുണ്ട്. അതിനിവിടെ സ്റ്റേജൊക്കെ ഉണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ 1507 പോർച്ചുഗീസുകാരുടെ ആധിപത്യം സ്ഥാപിച്ചെങ്കിലും 16-ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ശിഥിലമായിരുന്ന ഒമാനിലെ ഗോത്രവംശജർ 1624 ഒരുമിക്കുകയും 1633 സൂർ, ഖുറിയാത്ത് എന്നീ സ്ഥലങ്ങളിലെ കോട്ടകൾ അവർ പിടിച്ചടക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ 1648 ആകുമ്പോഴേക്കും പോർച്ചുഗീസുകാർ മസ്കറ്റിലുള്ള ഈ 2 കോട്ടകളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ 1650 സുൽത്താൻ ബിൻ സൈഫിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഈ കോട്ട ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും പോർച്ചുഗീസുകാരെ ഇവിടുന്ന് തുരത്തുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. 1950 സുൽത്താൻ ബിൻ സൈഫ് കോട്ട തിരിച്ചുപിടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. സത്യമാണെന്ന് അറിയില്ല, ഇങ്ങനെയൊരു ലെജൻഡ് പോലെ ഇങ്ങനെ കേൾക്കുന്നതാണ്. അതായത് ആ കാലഘട്ടത്തിൽ ഈ കോട്ടയിൽ ഉണ്ടായിരുന്നൊരു കമാൻഡർക്ക് ഇന്ത്യക്കാരനായ ഒരു വ്യാപാരിയുടെ മകളോട് പ്രണയം തോന്നുകയും ആ പ്രണയ സാഫല്യം നടത്തി കൊടുക്കുവാനായി വ്യാപാരിയെ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ ബുദ്ധിമാനായ വ്യാപാരി എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ രാജാവിൻ്റെ പ്രണയാഭ്യർത്ഥനയും വിവാഹനെയൊക്കെ നീട്ടിക്കൊണ്ടു പോവുകയും ഏകദേശം 1 വർഷക്കാലം പ്രിപ്പറേഷൻ ടൈമായിട്ട് എടുക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ഈ കോട്ടയിലുണ്ടായിരുന്ന വെടിക്കോപ്പുകളും വെടിമരുന്നുകളും മറ്റു സാധനങ്ങളും ഒക്കെ അദ്ദേഹം നീക്കി. അങ്ങനെ കോട്ട ശൂന്യമായതിനു ശേഷം പ്രതിരോധിക്കാൻ തക്കതായ ശേഷിയില്ലാതായപ്പോൾ സുൽത്താൻ വിവരം കൊടുക്കുകയും അങ്ങനെ സുൽത്താനും പടയും വന്ന് ഈ കോട്ട തിരിച്ചു പിടിക്കുകയും ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. എന്തായാലും കഥയാണ്, എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. എങ്കിലും ഒരു ഇന്ത്യൻ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം. ഈ കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ. കടലും ചരിത്രവും കോട്ടയും സംസ്കാരവും പാരമ്പര്യവും എല്ലാം കൂടി ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അൽമുറാനി കോട്ട. അപ്പോൾ എപ്പോഴെങ്കിലും ഒമാൻ സന്ദർശിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ മസ്കറ്റ് ഡേ ട്രിപ്പിലെ ഏറ്റവും അവസാനത്തെ സ്ഥലമായി അൽമുറാനി കോട്ട പ്ലാൻ ചെയ്യുക. ഈ കോട്ടയും ഇവിടുത്തെ അസ്തമയ കാഴ്ചകളും ഒരു അനുഭവം തന്നെ ആയിരിക്കുമെന്നതിൽ സംശയമില്ല. അതുപോലെ ഒമാനിലുള്ളവർക്കും ഒരു വൈകുന്നേരം ഏറ്റവും മനോഹരമായി ചിലവഴിക്കാൻ പറ്റുന്ന ഇടമാണ് അൽമുറാനി കോട്ട. ഇവിടുത്തെ കോട്ടയും ഈ കഫേയും ഇവിടുത്തെ സൂര്യാസ്തമയവും ഒക്കെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് നൽകുക എന്നതിൽ സംശയമില്ല. അൽമുറാനി ഫോർട്ട് ഒരു സൈനിക പ്രതിരോധ ഘടന എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മറ്റു പലതുമാണ്. നൂറ്റാണ്ടുകളായുള്ള ഒമാന്റെ ചരിത്രം, ആർക്കിടെക്ചറൽ ഇന്റലിജൻസ്, സാംസ്കാരിക പൈതൃകം, അങ്ങനെ പലതും പ്രതിനിധീകരിക്കുന്ന ഒരു സ്മാരകമാണ് ഇന്ന് അൽമുറാനി കോട്ടകൾ. ഒടുങ്ങാത്ത സ്വാതന്ത്ര്യബോധത്തിന്റെയും നിലനിൽപ്പിന്റെയും കഥകൾ ഉറങ്ങുന്ന ഈ കോട്ടയിൽ നിന്ന് ഞാൻ മടങ്ങുകയാണ്. വീണ്ടും പുതിയ കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും നിങ്ങൾക്ക് എൻ്റെ നല്ല നമസ്കാരം.